ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ വിശേഷങ്ങൾ? ഇവിടെ ഭയങ്കരമായ മഴയായിരുന്നു തിരുവനന്തപുരത്തു നിന്ന് തിരുവല്ലയിലേക്ക് ഇന്നലെ എത്തി. ഹൗസ് വാമിങ്ങിനൊക്കെ പോയി. അത് കഴിഞ്ഞ് ഇവിടെ ഇനിയിപ്പോൾ ഓണത്തിന് പിള്ളേർ വിടുകയുള്ളൂ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് പാലക്കാടേക്ക് പോകുന്നുള്ളൂ. ഇവിടെ ഭയങ്കരമായ മഴയാണ്. മഴ കഴിഞ്ഞാൽ ഉടനെ അതിഭയങ്കരമായ വെയിൽ. അവിടെയൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ? അപ്പോൾ ഓണക്കാലത്ത് ഇനി എന്തായിരിക്കും എന്തോ, മഴയാകുമോ നല്ല കാലാവസ്ഥയാകുമോ ഒന്നും അറിയില്ലല്ലോ. നാളെ എന്താ സംഭവിക്കുന്നതെന്നോ നാളത്തെ കാലാവസ്ഥയെക്കുറിച്ചോ നാളത്തെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ലല്ലോ. ഭഗവാന്റെ മായകളൊക്കെ ആ മായ പോലെ തന്നെ നടക്കട്ടല്ലേ. അപ്പോൾ ഇന്നലെയോളം എന്തെന്നറിയില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. ഇന്നലെയോളം എന്തെന്നറിയില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല. ഇന്നിക്കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിയില്ല. ഇന്നിക്കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിയില്ല. കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. അങ്ങനെയാണല്ലോ ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. സംഭവിച്ചു കഴിഞ്ഞതും ഒരു ഏകദേശം ഒരു ഊഹം, അല്ലാതെ എന്താണ്, ഒക്കെ മായയല്ലേ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ തിട്ടമില്ല, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുപോലെ നാളെ എന്താ വരാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു തിട്ടവുമില്ല. പെട്ടെന്നാണ് ഒരുത്തൻ ധനികനാകുന്നു, ഒരുത്തൻ ദരിദ്രനാകുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ കാണാതാകുന്നു. 2-3 ദിവസം കൊണ്ട് ഒരുത്തനെ ഏറ്റവും ഉയർച്ചയിലെത്തിക്കുന്നു. മാളികപ്പുറത്തേറി അത്രയും ഉച്ചസ്ഥായിലിരുന്ന ആൾ തോളിൽ മാറാപ്പ് കയറ്റി ഭിക്ഷയാചിക്കാൻ പോകുന്നു. ഇപ്പം നമുക്ക് ഈ കാണുന്ന നമ്മുടെ ഈ ശരീരം പോലും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നു. ഇതിനൊന്നിനും ഒരു സ്ഥിരതയില്ലാത്ത കാര്യമാണ് എന്നാണ് കവി പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അഭിവൃദ്ധിയിൽ അഹങ്കരിക്കുകയോ സൗന്ദര്യത്തിൽ ആരാധിക്കുകയോ മറ്റുള്ളവരുടെ സൗന്ദര്യത്തെ ആരാധിക്കുകയോ മറ്റുള്ളവരുടെ സ്വത്തിനെ വാഴ്ത്തുകയോ നമ്മളെ സ്വയം പുകഴ്ത്തുകയോ ഇതൊന്നും പാടില്ല. ഇതൊന്നും ഇവിടെ ശാശ്വതമല്ല. അതുകൊണ്ടുള്ള സമയം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണകരമായ പ്രവൃത്തികൾ ചെയ്ത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവന് സുഖത്തിനായി വരണമെന്ന് അന്ന് ഞാൻ നിങ്ങളോട് കവിവാക്യം പറഞ്ഞിരുന്നല്ലോ. അതുതന്നെ ഇന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനും ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു, ആയിരുന്നിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് നമസ്കാരം. സരസ്വതി സരയും. ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അഡ്വാൻസ്ഡായിട്ട് ഹാപ്പി ഓണം ആശംസിക്കുന്നു. മഹാബലി വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ നല്ല ശുഭകരമായ വാർത്തകൾ മാത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം അല്ലേ. അപ്പോൾ ബായ്.